ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഈ ചാപ്റ്റർ 6 ഗിരിധർ കവി റായ് കി കുണ്ഡലിയാം. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മുടെ ദോഹെ, റഹീം കി ദോഹയൊക്കെ പഠിച്ചതുപോലെ തന്നെ കുറച്ച് കപ്ലെറ്റ്സ് ആണ്. കപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈരടികളാണ്. ഗിരിധർ കവി റായ് എഴുതിയിരിക്കുന്ന കുറച്ച് ഈരടികളാണ്. ആ ഈരടികൾക്ക് ഒരുപാട് മീനിങ്സ് ഉണ്ട്. റഹീം കി ദോഹെ, കബീർ കി ദോഹയൊക്കെ പഠിച്ചതുപോലെ തന്നെ ഒരുപാട് മീനിങ്സ് ഉള്ള കുറച്ച് ഈരടികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ, ബിനാ ബിച്ചാരെ ജോ കരെ സോ പാച്ചെ പച്ചിതായ് കാം ബിഗാരെ ആപ്പനോ ജഗ് മേം ഹോത്ത് ഹസായ്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാര്യവും നമ്മളത് എന്താണ് എന്ന് അറിയാതെ പെട്ടെന്ന് ചെയ്യരുത്, അല്ലെങ്കിൽ എടുത്ത് ചാടി ചെയ്യരുത്, അല്ലെങ്കിൽ ഇന്നെ ഹറി നമ്മൾ ഒരു കാര്യവും പെട്ടെന്ന് ചെയ്യരുത്. ഏതൊരു കാര്യം കിട്ടിയാലും അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചതിന് ശേഷം മാത്രമേ നമ്മളൊരു സ്റ്റെപ്പ് എടുക്കാവൂ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാവൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പശ്ചാത്തപിക്കേണ്ടതായി വരും, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചെയ്ത ആ കാര്യത്തിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഒരുപാട് സഫർ ചെയ്യേണ്ടതായിട്ട് വരും. കാം ബിഗാരെ അപ്പനോ ജഗ്മേം ഹോത്തെ ഹസായ്. അപ്പോൾ നമ്മൾ ചെയ്തു പോയ ആ കാര്യം, നമ്മളെടുത്ത ആ ഡിസിഷൻ ഒരു ബാഡ് ഡിസിഷൻ ആണെന്ന് തോന്നുമ്പോൾ ആളുകൾ എന്തു ചെയ്യും? നമ്മളെ നോക്കി ചിരിക്കും. അതാണ് ഇവിടുന്ന് സെക്കൻഡ് ലൈനിൽ പറയുന്നത്. ജഗ്മേം ഹോത്ത് ഹസായ് ചിതമേം പാവെ. അതായത് ഈ ലോകം മുഴുവനും നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ നമ്മളുടെ ചിത് മീൻസ് മൈൻഡിന്, മനസ്സിന് ഒരു സമാധാനവും ഉണ്ടാകുകയില്ല. അതായത് നമുക്കൊരിക്കലും ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടുകയില്ല. നമ്മൾ ചെയ്തു പോയൊരു കാര്യം തെറ്റായതിനെക്കുറിച്ച് ഓർത്ത് നമുക്കൊരിക്കലും ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടുകയില്ല. ഖാന പാന സമ്മാന രാഗരംഗ മഹിന്നഭാവേ. അതായത് ഭക്ഷണമോ വെള്ളമോ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റൊരു എൻ്റർടൈൻമെൻറ്റ് വന്നാലോ പോലും നമ്മുടെ മനസ്സ് ഒരിക്കലും അതിലൊന്നും നിൽക്കുകയില്ല. നമ്മളെപ്പോഴും നമ്മളുടെ കയ്യിൽ നിന്ന് പറ്റിയ ആ തെറ്റിനെ കുറിച്ച് ഓർത്ത് നമ്മൾ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മളൊരു ഡിസിഷൻ ഒരിക്കലും ഹറി എടുക്കാൻ പാടില്ല. നമ്മൾ പെട്ടെന്നൊരു തീരുമാനം ഒരിക്കലും എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കഹ ഗിരിധർ കവിരായ് ദുഃഖ കച്ചു ടെർത്ത നട്ടാരെ. അതായത് ഇവിടെ ഗിരിധർ കവിരായ് പറയുന്നത്, നമ്മളെ എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഇരിക്കുകയും നമ്മളെന്ത് ചെയ്യും? നമ്മുടെ മൈൻഡ് തന്നെ ലോസ്റ്റ് ആക്കുകയും ചെയ്യും. അത് നമ്മൾ ഒരുപാട് നാൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു കാര്യം കൊണ്ട് നടക്കും. ലോങ് ടൈമിലേക്ക് തന്നെ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്ത ആ ഡിസിഷൻ, തെറ്റായി പോയ ആ ഡിസിഷൻ എപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ഖട്ടക്താ ഹേ ജിയെ മാഹി കിയോ ജോ ബിന ബെച്ചാരെ. അതായത് അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു മുള്ളുപോലെ നമ്മളെ കുത്തി നോവിച്ചു കൊണ്ട് ഇരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് നാളുകൾ നമ്മുടെ മനസ്സിൽ ആ ദുഃഖം നിലനിൽക്കുകയും, അതായത് നമ്മൾ എടുത്ത് ചാടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയും അത് തെറ്റാവുകയും ചെയ്തു പോയാൽ ആ ഒരു ദുഃഖം നമ്മുടെ മനസ്സിൽ നിന്നും മാറുകയില്ല എന്നുമാണ് ഇവിടെ പറയുന്നത്. ഇനി ഗിരിധർ കവിരായുടെ സെക്കൻഡ് കപ്ലെറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്കൻഡ് ആയിട്ടുള്ള ആ കുണ്ഡലിയുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബീതി താഹി ബിസാരെ ദേ ആകെ കി സുദിലായി ജോ ബനി ആവേ സഹജ് മേം താഹി മേം ചിന്തുദേ. അതായത് കഴിഞ്ഞു പോയത്, ബീത്തി താഹി ബിസാരെ, കഴിഞ്ഞു പോയത് നമ്മൾ മറക്കുക തന്നെ വേണം. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു അൺസക്സസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു റോങ് ആയിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ, നമുക്കൊരു തോൽവി പറ്റിയിട്ടുണ്ടെങ്കിലോ, അതെല്ലാം തന്നെ നമ്മൾ മറക്കുക തന്നെ വേണം. നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച്
അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ജോ ബിൻ ആവേ സഹജമേം താഹിമേം ചിന്തതൈ, അതായത് നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ആ ഒരു കാര്യം ചെയ്യാമെന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക, നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുക. താഹി മേം ചിതൈ ബാത് ജായെ ബിന ആവേ ദുർജൻ ഹസ്ന കോയി ചിന്ത ന ഖാത്ത ന പാവേ, അതായത് നമ്മൾക്ക് സിമ്പിളായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ തെറ്റ് പറ്റുകയില്ല. അപ്പോൾ ബാഡായിട്ടുള്ള ആൾക്കാർ, ദുർജൻ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുമ്പോൾ ആ പ്രശ്നത്തിൽ സന്തോഷിക്കുന്ന ആളുകൾ, അതായത് നമ്മൾ ഒന്ന് താഴ്ന്നു പോകുമ്പോൾ അപ്പോഴെല്ലാം സന്തോഷിക്കുന്ന ബാഡായിട്ടുള്ള ആളുകൾ, അവർക്ക് അപ്പോൾ നമ്മളെ കുറിച്ച് തെറ്റ് പറയാൻ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും തന്നെ സഫർ ചെയ്യേണ്ടതായിട്ട് വരികയില്ല. നമ്മളെപ്പോഴും സിമ്പിളായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത്. गह गिरधर कविराय यह करूँ मन परतीति आगे को सुख होय समुचि ഭീതി സോ ഭീതി, അതായത് ഗിരിധർ കവിരായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തു ചെയ്യുകയാണെങ്കിലും നമ്മുടെ മനസ്സിൽ വിശ്വാസം വേണം. നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. മനസ്സിൽ എപ്പോഴും ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഫ്യൂച്ചറിൽ അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മളുടെ ഒരു വിജയത്തിൻ്റെ മാർഗമായി അത് തീരുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ വിശ്വാസത്തോടെ ചെയ്യുക, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ മാത്രമേ നമുക്ക് വിജയത്തിൻ്റെ ഒരു മാർഗം നമ്മുടെ മുന്നിൽ തെളിയുകയുള്ളൂ എന്നാണ് ഇവിടെ ഗിരിധർ കവിരായി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയം കഴിഞ്ഞിട്ടുണ്ട്. ഈ പോയം എഴുതിയത് ഗിരിധർ കവിരായി ആണ്. 18वीं सदी में जन्म गिरधर कविराय को उनकी लोक प्रचलित कुंडलियों के लिए याद किया जाता है. അതായത് 18th സെഞ്ച്വറിയിലാണ് ഗിരിധർ കവിറായി ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോകപ്രചലിതമായ ഈ ഈരടികൾ എല്ലാവരും തന്നെ ഓർക്കുന്നു. उनकी रचनाएं में बहुत से ऐसे नीतिपरक पद मिलते हैं जिन्हें अक्सर कहावत के रूप में सुना जाते हैं, जैसे कि अभी अपने पढ़ा बिन बिचारे जो के करे सो पीछे पछताए या बीती ताही बिसारे दे ആകെ കെ സുതിലായി. അതായത് അദ്ദേഹത്തിൻ്റെ ഈ കവിതകളിൽ അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഒരുപാട് നീതിപരമായ കുറച്ച് കാര്യങ്ങൾ, ഈരടികൾ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പം നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഈ കവിതകൾ പോലെ തന്നെ ഉൻകി കവിതായേ जनमानस में इतनी प्रसिद्ध है कि लोग उनकी कहावतें की तरह उपयोग करते हैं. അതായത് അദ്ദേഹത്തിൻ്റെ കവിതകൾ ജനങ്ങൾക്കിടയിൽ ഇത്ര പ്രസിദ്ധമായിരുന്ന ആൾക്കാർ അവരുടെ ചൊല്ലുകൾ പോലെ ഇത് പറഞ്ഞിരുന്നു. ഉനേം അപ്നി കവിതായേ മേം ലാഠി ജേസി വസ്തുओं के उपयोग भी बताए हैं. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഈ ലാഠി അങ്ങനെയുള്ള സാധനങ്ങളുടെ ഉപയോഗവും പറഞ്ഞിട്ടുണ്ട്. യഹ് ബി ബത്തായ കി ധൻ അധിക് ഹോ ജായേ തോ ക്യാ കർനാ ചാഹിയെ. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഇതും പറഞ്ഞിട്ടുണ്ട്. ധനം ഒരുപാടായാൽ അതെങ്ങനെ ഉപയോഗിക്കണം എന്ന രീതിയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. अपने रचनाओं में लोक नीति या घर गृहस्थी की साधारण लोक व्यवहार की बातें सीधे और सरल ശബ്ദമേം कहने के लिए भी वे जाने जाते हैं. അതായത് അദ്ദേഹത്തിൻ്റെ രചനകളിൽ കൂടുതലും ലോകനീതി, കുടുംബം, അല്ലെങ്കിൽ ആളുകളും തമ്മിലുള്ള വ്യവഹാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗിരിധർ കവി റായിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്ന എല്ലാവരും കമൻറ്റ്സ് അയയ്ക്കുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.